ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏജന്റ് കാർട്ടറിന്റെ എപ്പിസോഡ് 6 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മരിച്ച അജ്ഞാതന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ടൈപ്പ് റൈറ്ററിൽ നിന്ന് ഹോവാർഡ് സ്റ്റാർക്കിനെ കുറിച്ചും ലെവയത്തോൺ സംഘടനയെ കുറിച്ചുമുള്ള കുറച്ച് വിവരങ്ങൾ ലഭിക്കുകയാണ്. റഷ്യയിലുള്ള ഒരു സ്ഥലമാണ് ആ ടൈപ്പ് റൈറ്ററിൽ നിന്ന് പെഗിക്കും മറ്റ് ഏജന്റ്സിനും ലഭിച്ചത്. അതനുസരിച്ച് അവർ റഷ്യയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പണ്ട് റഷ്യയിൽ പോയി പരിചയമുള്ളത് കൊണ്ട് തന്നെ പെഗിയെയും കൂടെ കൂട്ടാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏജന്റ് തോംസണും പെഗിയും എല്ലാം അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ പെഗി തന്റെയും ക്യാപ്റ്റന്റെയും ഒക്കെ പഴയ കൂട്ടുകാരനും സൈന്യത്തിൽ ഉണ്ടായിരുന്ന ആളുമായ ഡൂഗണിനെയും ടീമിനെയും കാണുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് റഷ്യയിലുള്ള ആ കെട്ടിടത്തിലേക്ക് പോകുന്നു. ആ കെട്ടിടത്തിൽ ചെന്നപ്പോൾ അത് ലെവയത്തോണിന്റെ കേന്ദ്രമാണെന്നും അവിടെ ചെറിയ ചെറിയ പെൺകുട്ടികളെ ലെവയത്തോണിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെ ക്രൂരമായി പരിശീലിപ്പിച്ച് പുറത്തിറക്കുന്നുണ്ടെന്നും അവരെല്ലാവരും അറിയുകയാണ്. അവിടെ നിന്ന് ഒരു സയന്റിസ്റ്റിനെയും ഒരു സൈക്കാട്രിസ്റ്റിനെയും അവിടെ തടവിലിട്ട രീതിയിൽ അവർക്ക് കിട്ടുകയാണ്. ടൈപ്പ് റൈറ്ററിലൂടെ അറിയിച്ചതുപോലെ ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും അവിടെ നിന്ന് അവർക്ക് ലഭിച്ചില്ല. ലെവയത്തോണിന്റെ കുറച്ച് ആളുകളുമായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് അവിടെ ജയിലിലുണ്ടായിരുന്ന സയന്റിസ്റ്റ് കൊല്ലപ്പെടുകയാണ്. സൈക്കാട്രിസ്റ്റിനെ മാത്രം പെഗിയും ടീമും കൂടെ കൊണ്ടുപോരുന്നു. മേലധികാരി ഹോവാർഡ് സ്റ്റാർക്കിന്റെ ഭാഗം ശരിയാണെങ്കിലോ എന്നുകൂടി ചിന്തിക്കുന്നു. ലെവയത്തോൺ സംഘടനയിലെ പണ്ട് പരിശീലിപ്പിച്ചു വിട്ട ഒരു പെൺകുട്ടിയാണ് ഡൊറോത്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഡൊറോത്തി പെഗിയുടെ റൂമിന്റെ കീ കട്ടെടുത്ത് പെഗി ഇല്ലാത്ത ടൈമിൽ റൂമിൽ കയറി അവളുടെ ചില സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഏജന്റ് സൂസയ്ക്ക് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നേ എല്ലാ സ്ഥലത്തും എത്തുന്ന ആ സ്ത്രീ പെഗിയാണെന്ന സംശയം തോന്നുകയാണ്. അയാൾ വീണ്ടും അന്വേഷണം തുടരുന്നു. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് എക്സ്പ്ലെയിനർ. ആയിരത്തി 1944 കഥയാണ് കാണിക്കുന്നത്. 3 പേരെ മുഖം മൂടിക്കെട്ടിയ രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. അതിലൊരാളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സൈക്കാട്രിസ്റ്റ്. ഈ 3 പേരോടും ലെവയത്തോൺ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടി ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നയാളുടെ കൂട്ടാളിയായിട്ടാണ് നമ്മളുടെ ഡൊറോത്തി തോക്കും പിടിച്ച് നിൽക്കുന്നത്. ഡൊറോത്തി ലെവയത്തോണിന്റെ ആളാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കണ്ടതാണ്. അങ്ങനെ താഴെ നിൽക്കുന്ന 3 പേരിൽ ഒരാൾ അയാൾക്ക് ഈ സംഘടനയിൽ ചേരാൻ പറ്റില്ലെന്നും അയാൾക്കൊരു കുടുംബമുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ ലെവയത്തോണിന്റെ മെയിൻ ആൾ ഡൊറോത്തിയോട് ലെവയത്തോണിൽ ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞയാളെ കൊന്നുകളയാൻ പറയുകയാണ്. ഡൊറോത്തി അതുപോലെ തന്നെ അയാളെ കൊന്നുകളയുന്നു. മാത്രമല്ല ആ മരിച്ചയാളുടെ ഫാമിലിയെയും ഞങ്ങൾ കൊന്നുകളയുമെന്നാണ് ലെവയത്തോണിന്റെ മെയിൻ ആൾ പറയുന്നത്. ഇതൊക്കെ കണ്ട് പേടിച്ചാണ് ആ സൈക്കാട്രിസ്റ്റിന് ലെവയത്തോൺ സംഘടനയെ സഹായിക്കേണ്ടി വന്നത്. ഈ കഥയൊക്കെ നമ്മളുടെ മേലധികാരിയോട് സൈക്കാട്രിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലെവയത്തോൺ സംഘടന വളരെ ക്രൂരന്മാരാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ പെഗി സൈക്കാട്രിസ്റ്റിനോട് റഷ്യയിലുള്ള ആ കേന്ദ്രത്തിൽ ചെന്നപ്പോ ഒരുപാട് കട്ടിലുകളും ആ കട്ടിലുകളിൽ ഒരുപാട് കൈവിലങ്ങുകളും മാത്രമല്ല തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലാൻ ശ്രമിച്ച ഒരു ചെറിയ പെൺകുട്ടിയെയും കണ്ട കാര്യം പറയുകയാണ്. ഇതൊക്കെ ലെവയത്തോൺ എന്തിനായിരിക്കും ചെയ്യുന്നതെന്ന് പെഗി അയാളോട് ചോദിക്കുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത് ഇങ്ങനെ ചെറിയ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ ക്രൂരമായി ട്രെയിൻ ചെയ്ത് ലെവയത്തോണിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ പെഗിക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പെൺകുട്ടികളെ എവിടേക്കാണ് വിടുന്നത്, അവരെ കൊണ്ട് ആരെയൊക്കെയാണ് കൊല്ലിപ്പിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹം തോന്നി. ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് പെഗി ആ സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മേലധികാരിക്ക് ദേഷ്യം വന്നു. മേലധികാരി പെഗിയെ വിളിച്ച് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പെഗിയോട് കേസിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിച്ച് സമയം കളയരുതെന്ന് പറയുന്നു. അതായത് ഇപ്പോ പെൺകുട്ടികളുടെ വിഷയമല്ല ഇവിടുത്തെ കാര്യം. നമ്മൾക്കറിയേണ്ടത് ലെവയത്തോണിനെ പറ്റിയും ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയും ഒക്കെയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടികളുടെ കാര്യമൊന്നും ചോദിക്കരുതെന്ന് മേലധികാരി പെഗിയോട് പറയുന്നു. പക്ഷെ പെഗി പറയുന്നു ഒരുപക്ഷെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വിട്ട് പെൺകുട്ടികളായിരിക്കാം ഏജന്റ് ക്രെസ്മെൻസ്കിയെ കൊന്നതെന്നും ഒരുപക്ഷെ അവർ തന്നെയായിരിക്കാം ഹോവാർഡ് സ്റ്റാർക്കിനെ മയക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ ടെക്നോളജികൾ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നുമാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിനക്ക് സ്വയം അന്വേഷിക്കാമെന്ന് മേലധികാരി പെഗിയോട് പറയുന്നു. ഇനി ഉള്ളിലേക്ക് കയറി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നിനക്ക് സസ്പെൻഷൻ തരുമെന്ന് പറഞ്ഞിട്ട് മേലധികാരി പോവുകയാണ്. പെഗി അവളുടേതായ രീതിയിൽ അന്വേഷണം തുടങ്ങി. സീൻ ചേഞ്ച് ആവുന്നു. പെഗി എന്നത്തെയും പോലെ അവളുടെ ഫ്രണ്ട് ആൻജി ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. നമ്മൾക്കറിയുന്നത് പോലെ ആൻജിക്ക് ഒരു നടിയാവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാൽ അഭിനയിക്കാതിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ ആൻജി ഇടയ്ക്ക് എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ തന്റെ വിഷമം തീർക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ വന്ന ആളുകളുടെ മുന്നിൽ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങളെ അഭിനയിച്ച് കാണിക്കും. ഇത് കണ്ട് അവിടെ ഇരിക്കുന്നവർ കൈയടിക്കുകയും ചെയ്യും. അപ്പൊ ആൻജിക്ക് കുറച്ച് സന്തോഷമാവും. പെഗിയും ഇത് കണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജാർവിസ് അങ്ങോട്ട് വരുന്നത്. പെഗി വിളിപ്പിച്ചിട്ടാണ് ജാർവിസ് വന്നത്. പെഗി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തനിക്കിങ്ങനെ റഷ്യയിൽ പോകേണ്ടി വന്നെന്നും അവിടെ ചെന്നപ്പോഴാണ് ലെവയത്തോൺ സംഘടന ഒരുപാട് ചെറിയ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് പുറത്തു വിടുന്നുണ്ടെന്നും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും പറയുന്നത്. ഒരു പക്ഷേ ഹോവാർഡ് സ്റ്റാർക്കിന്റെ സ്വഭാവം അനുസരിച്ച്
അതിലേതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കും ഹോട്ട് സ്റ്റാർക്കിനെ വളച്ചെടുത്ത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സുരക്ഷിതമായി വെച്ചിരുന്ന ടെക്നോളജി മോഷ്ടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സാധാരണയായിട്ട് കാണാറുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ട് ഇടപഴകാറുള്ള സ്ത്രീകൾ ആരൊക്കെയാണെന്ന് പെഗ്ഗി ജാർവിസിനോട് ചോദിക്കുകയാണ്. അപ്പൊ ജാർവിസ് പറയുന്നു, ഹോട്ട് സ്റ്റാർക്കിന്റെ കൂടെ ഇടപഴകുന്ന സ്ത്രീകളുടെ എണ്ണം എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിനു മാത്രം ഗേൾസുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ആ കാര്യം പെഗ്ഗിക്കും അറിയാവുന്നതാണ്. അപ്പൊ പെഗ്ഗി പറയുന്നു, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിലെങ്കിലും ഹോട്ട് സ്റ്റാർക്കുമായിട്ട് ഇടപഴകിയ ഗേൾസിന്റെ ഒരു ലിസ്റ്റ് എടുത്തു കൊടുക്കാൻ. അപ്പൊ ജാർവിസ് അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഏജന്റ് സൂസയെയാണ്. അദ്ദേഹത്തിന് ഇപ്പോ പെഗ്ഗിയുടെ മേൽ ചെറിയൊരു സംശയം ഉണ്ടല്ലോ, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. ആ ജയിലിൽ ഒരു തടിയനുണ്ട്. ഈ തടിയൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹോട്ട് സ്റ്റാർക്കിന്റെ ടെക്നോളജികൾ ഇരിക്കുന്ന സ്ഥലത്ത് പെഗ്ഗിക്ക് ഒരു തടിയനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പെഗ്ഗി അവസാനം അയാളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ടാണ് പോകുന്നത്. ആ തടിയൻ കസേര കൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പോൾ അയാളെ പെഗ്ഗിയുടെ ഏജൻസി പിടിക്കുകയും ചെയ്തു. ആ തടിയനെ കാണാനാണ് ഏജന്റ് സൂസ വന്നിരിക്കുന്നത്. ഏജന്റ് സൂസ പെഗ്ഗിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, അന്ന് നിന്നെ അവിടെ അടിച്ചിട്ടപ്പോ ആ കൂട്ടത്തിൽ ഈ പെണ്ണുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് തടിയൻ പറയുന്നത്, ഞാൻ ഏത് ഇരുട്ടത്ത് വേണമെങ്കിലും കൃത്യമായിട്ട് പറയാം, ഈ പെണ്ണ് തന്നെയാണ് എന്നെ അടിച്ചിട്ടതെന്ന്. അപ്പോ ഏജന്റ് സൂസയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, പെഗ്ഗി തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഇവരെക്കാളും മുൻപ് എല്ലാ സ്ഥലത്തും എത്തുന്ന ആ സ്ത്രീ പെഗ്ഗി കാർട്ടറാണ്. സീൻ ചേഞ്ച് ആവുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഹോട്ട് സ്റ്റാർക്കുമായി ഇടപെട്ട സ്ത്രീകളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ജാർവിസ് ഒരു വഴി കണ്ടെത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് സ്റ്റാർക്കിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് അത്യാവശ്യം ഇടപഴകുന്ന സ്ത്രീകൾക്കൊക്കെ അദ്ദേഹം എന്തെങ്കിലും സമ്മാനം കൊടുക്കും. വെറും സമ്മാനങ്ങളല്ല, ഓരോ സ്ത്രീക്കും അദ്ദേഹം ഓരോ ഡയമണ്ട് റിംഗ് വെച്ച് കൊടുക്കും. ഇത് കേട്ട് പെഗ്ഗി തന്നെ ഞെട്ടിപ്പോയി. ഇടപഴകുന്ന ഓരോ സ്ത്രീകൾക്കും ഡയമണ്ട് റിംഗ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ വളകൾ കൊടുക്കണമെങ്കിൽ എത്ര പൈസയായിരിക്കും ഹോട്ട് സ്റ്റാർക്ക് പൊട്ടിക്കുന്നത്? ഏറ്റവും മികച്ച ഡയമണ്ട് കളക്ഷനുള്ള കടയിൽ നിന്നാണ് അദ്ദേഹം ഈ ഡയമണ്ട് വാങ്ങാറുള്ളത്. അങ്ങനെ ഒരു കടയിൽ ജാർവിസ് പെഗ്ഗിയെ കൊണ്ട് ചെല്ലുകയാണ്. ഇവിടെ നിന്ന് ഏത് സ്ത്രീകളുടെയൊക്കെ പേരിലാണ് ഹോട്ട് സ്റ്റാർ ഡയമണ്ട് റിംഗ്സ് വാങ്ങിയിട്ടുള്ളതെന്ന് അവർ ചെക്ക് ചെയ്യുന്നു. അവർക്കൊരു നീണ്ട ലിസ്റ്റ് തന്നെ കിട്ടി. അങ്ങനെ പെഗ്ഗിയും ജാർവിസും കൂടി ആ ലിസ്റ്റിലുള്ള സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് കയറി ചെന്ന് ഈ സ്ത്രീകളോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുമെന്ന് ജാർവിസ് ചോദിക്കുന്നു. മാത്രമല്ല, എങ്ങനെയാണ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ലെവയത്തോന്റെ ആളാണെന്ന് കണ്ടുപിടിക്കുക, അതും ജാർവിസിന്റെ സംശയമാണ്. അപ്പൊ പെഗ്ഗി പറയുന്നു, ഈ ലിസ്റ്റിൽ വലിയ വലിയ നടിമാരും വലിയ പൊസിഷനിലിരിക്കുന്ന സ്ത്രീകൾ വരെയുണ്ട്. എന്തായാലും അവരൊന്നും ലെവയത്തോന്റെ ആളാവാൻ സാധ്യതയില്ല. അപ്പോ ആദ്യം അങ്ങനെ പ്രമുഖരല്ലാത്ത ആളുകൾ വേണം സെർച്ച് ചെയ്യാൻ. അതൊരു നല്ല ഐഡിയ ആയിട്ട് ജാർവിസിനും തോന്നി. അതൊക്കെ, പക്ഷെ എങ്ങനെയാണ് ആ സ്ത്രീകൾ ലെവയത്തോന്റെ ആളാണെന്ന് കണ്ടെത്തുക? അപ്പൊ പെഗ്ഗി പറയുന്നു, അന്ന് റഷ്യയിൽ ആ കേന്ദ്രത്തിൽ പോയപ്പോ അവിടെ കട്ടിലിൽ വളരെ ക്രൂരമായിട്ട് കയ്യിൽ വിലങ്ങ് വെച്ചാണ് ആ പെൺകുട്ടികളെ ഉറക്കാറുള്ളത്. ഒരുപാട് കാലം അങ്ങനെ ശീലിച്ചാൽ ആ ശീലം അത്ര പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പോഴും ആ പെൺകുട്ടികളുടെ കയ്യിൽ അന്നത്തെ വിലങ്ങിന്റെ പാടുകൾ കാണാൻ പറ്റും. അവർ വളർന്നു വലുതായാലും ആ പാടുകൾ ഒരുപക്ഷെ പോവില്ല. അങ്ങനെ കൈ നോക്കി അവരെ തിരിച്ചറിയാമെന്നാണ് പെഗ്ഗി പറയുന്നത്. അങ്ങനെ ഇവർ ഓരോ സ്ത്രീകളുടെ വീട്ടിലായിട്ട് എത്തുന്നു. അവരോടൊക്കെ ഹോട്ട് സ്റ്റാർക്കിന്റെ പേര് പറയുമ്പോഴേ അവർക്ക് ദേഷ്യം വരികയാണ്. കാരണം ഹോട്ട് സ്റ്റാർക്ക് ഇപ്പോ ഒരു ദേശദ്രോഹിയാണല്ലോ. അത് കഴിഞ്ഞ് ജാർവിസ് അവരോടൊക്കെ കൈ ഒന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. കയ്യിൽ ആ വിലങ്ങിന്റെ പാടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജാർവിസിനെ കൊണ്ട് പെഗ്ഗി ഇത് ചോദിപ്പിക്കുന്നത്. ഇത് കേട്ട ആ സ്ത്രീകൾക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അവരെല്ലാവരും ജാർവിസിന്റെ മുഖത്തിട്ട് അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പാവം ജാർവിസ് ഒരുപാട് അടി വാങ്ങി. ഇനി അവർക്ക് ലാസ്റ്റ് ആയിട്ട് പോകാനുള്ളത് ഐഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. ഈ സമയത്ത് ഡൊറോത്തി ഒരു ഡെന്റൽ ഡോക്ടറുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിലായിട്ടാണ് ഈ ഡോക്ടറുടെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. ഡൊറോത്തി അങ്ങോട്ട് കയറി ചെന്ന് ഡെന്റൽ ഡോക്ടറെ അടുത്തിരിക്കുകയാണ്. ഡെന്റൽ ഡോക്ടർ ഒരു കോഴിയായിരുന്നു. അയാൾ പല കാര്യങ്ങളും പറഞ്ഞ് ഡൊറോത്തിയെ വശീകരിക്കാൻ നോക്കുകയാണ്. ഡൊറോത്തി ആണെങ്കിൽ ലെവയത്തോണിന്ന് നല്ല ട്രെയിനിങ് ലഭിച്ച പെണ്ണാണ്. അവൾ ആ ഡോക്ടറുടെ കൈ പിടിച്ച് വളച്ചൊടിച്ച് ആ ഡോക്ടറുടെ ഒരു ഡിവൈസ് തന്നെ ഉപയോഗിച്ച് അയാളെ കൊന്നുകളയുകയാണ്. എന്തിനാണ് ഡൊറോത്തി ഇവിടേക്ക് വന്നതെന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സീൻ ചേഞ്ച് ആവുന്നു. മേലധികാരിയും സൈക്കാട്രിസ്റ്റും കൂടി ലെവയത്തോണിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവയത്തോണിന്റെ മറ്റു കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ അറിയാമോ എന്ന് മേലധികാരി സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കുകയാണ്. പക്ഷെ താൻ വെറും ഒരു സൈക്കാട്രിസ്റ്റ് ആണെന്നും അത്രയധികം വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും പറഞ്ഞ് സൈക്കാട്രിസ്റ്റ് ജനലിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ജനൽ തുറന്ന് അമേരിക്ക വളരെ സുന്ദരമാണെന്നും തനിക്കും ഇവിടെ സെറ്റിൽ ആവണമെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് മേലധികാരിയും പറയുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, പെഗ്ഗിയുടെ ഓഫീസുള്ള ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് ഡൊറോത്തി കയറി നിൽക്കുന്നത്. അവൾ അവിടെ ഡോക്ടറിനെ കൊന്നിട്ട് കയ്യിൽ ഒരു തോക്കെടുക്കുകയാണ്. ആ തോക്കിന്റെ ഉള്ളിലൂടെ നോക്കുകയാണെങ്കിൽ അകലെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണാൻ സാധിക്കും. ഡൊറോത്തി ആ സ്നൈപ്പർ ഗൺ വെച്ച് ഓപ്പോസിറ്റ് ഉള്ള പെഗ്ഗിയുടെ ഓഫീസിലേക്ക് നോക്കുകയാണ്. അവിടെ ജനലിന്റെ അടുത്ത്
ആ സൈക്കാട്രിസ്റ്റ് നിൽക്കുന്നുണ്ട്. ആ സൈക്കാട്രിസ്റ്റ് ആണ് ഇപ്പോ പെഗ്ഗിയുടെ ഓഫീസിന് ലഭിച്ചിരിക്കുന്ന ലെവയത്തോണിനെ പറ്റിയുള്ള ആകെ കൂടിയുള്ള ക്ലൂ. അയാളെ കൊന്നാൽ എല്ലാം തീരും. ഡൊറോത്തി ഉന്നം വെക്കുന്നത് സൈക്കാട്രിസ്റ്റിനെയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ആ വമ്പൻ ട്വിസ്റ്റ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ സൈക്കാട്രിസ്റ്റ് ശരിക്കും ലെവയത്തോണിന്റെ ആൾ തന്നെയാണ്. അയാൾ ഇവരോട് പറഞ്ഞ കഥയൊക്കെ തെറ്റായിരുന്നു, വലിയ വലിയ നുണകളായിരുന്നു. സത്യത്തിൽ ഡൊറോത്തി വർക്ക് ചെയ്യുന്നത് ഈ സൈക്കാട്രിസ്റ്റിന് വേണ്ടിയാണ്. ഡൊറോത്തി ആ തോക്കിലെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് വെടിയുണ്ട വരുന്നതിന് പകരം ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ് വരുന്നത്. ആ ഫ്ലാഷ് ലൈറ്റ് ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ നിൽക്കുന്ന സൈക്കാട്രിസ്റ്റിന് കാണാം. അപ്പൊ സൈക്കാട്രിസ്റ്റിന് മനസ്സിലായി ആ ബിൽഡിംഗിൽ ഡൊറോത്തി വന്നിട്ടുണ്ട്. അയാൾ ആരും അറിയാതെ കൈകൊണ്ട് എന്തോ ആംഗ്യഭാഷ പോലെ കാണിക്കുകയാണ്. എന്തോ ഒരു കോഡ് ഭാഷയാണത്. ഡൊറോത്തി ആ തോക്ക് വെച്ച് ആ കോഡ് കറക്റ്റ് ആയിട്ട് കാണുകയാണ്. ആ കോഡിനെ അവൾ ഒരു ബുക്കിലേക്ക് എഴുതി വായിക്കുന്നു. സൈക്കാട്രിസ്റ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പ്ലാനുകൾ ഇതുവരെ നടന്നു, പക്ഷെ ഇനിയുള്ള പ്ലാനുകൾ നടത്താൻ വീണ്ടും സമയം വേണം. നമ്മൾക്ക് പ്രശ്നമാവാൻ പോകുന്നത് ഏജന്റ് പെഗ്ഗി കാർട്ടറാണ്. അതുകൊണ്ട് നീ ആദ്യം ഏജന്റ് പെഗ്ഗി കാർട്ടറിനെ കൊല്ലണം. അങ്ങനെ ഡൊറോത്തിയുടെ അടുത്ത മിഷൻ പെഗ്ഗി കാർട്ടറിനെ കൊല്ലലാണ്. അപ്പോ ഈ സൈക്കാട്രിസ്റ്റ് ആണ് ഡൊറോത്തിയുടെയും മുതലാളി. ലെവയത്തോണിന്റെ മെയിൻ ഈ സൈക്കാട്രിസ്റ്റ് ആണ്. ഡൊറോത്തി പോയി കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റ് അയാളുടെ ശരിക്കുള്ള കഴിവുകൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അയാൾക്ക് ആളുകളെ പെട്ടെന്ന് പറഞ്ഞു മയക്കാനും ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുമുള്ള പ്രത്യേക കഴിവുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. അയാൾ മേലധികാരിയോട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ പറ്റി നൈസായിട്ട് ചോദിക്കുകയാണ്. ആളത്ര സന്തോഷവാനല്ലെന്ന് മേലധികാരിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ സൈക്കാട്രിസ്റ്റിന് മനസ്സിലായി. അപ്പോഴാണ് മേലധികാരി പറയുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തെ ചതിച്ചെന്നും വേറെ ഏതോ ഒരുത്തിന്റെ കൂടെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയെന്നും. വൈഫിനെയും മക്കളെയും ഓർത്ത് മേലധികാരിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ വിഷമം ഓർത്തിരിക്കുന്ന അവസ്ഥയിൽ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ ആ സൈക്കാട്രിസ്റ്റ് അയാളുടെ കയ്യിലെ മോതിരം ഉപയോഗിച്ച് മേലധികാരിയോട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യൂ എന്ന് പലവട്ടം പറയുകയാണ്. അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും വീണ്ടും വീണ്ടും കുടുംബത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് മേലധികാരി ഏകദേശം ഹിപ്നോട്ടൈസ് ആയ അവസ്ഥയിലെത്തി. അപ്പോഴേക്കും സൂസ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഏജന്റ് പെഗ്ഗി കാർട്ടറിനെ പറ്റി അയാൾ കണ്ടെത്തിയ വിവരങ്ങൾ മേലധികാരിക്ക് കൊടുക്കുകയാണ്. അപ്പോ ആ ഏജൻസിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഏജന്റ് പെഗ്ഗി കാർട്ടറാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. അങ്ങനെ അവർ പെഗ്ഗിയെ പിടിക്കാനായിട്ട് കളത്തിലിറങ്ങി. ഈ സമയത്ത് പെഗ്ഗിയും ജാർവിസും അവർക്ക് അവസാനമായിട്ട് കാണേണ്ട സ്ത്രീയുടെ വീട്ടിലെത്തുകയാണ്. ആ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവർ തേടി വന്ന സ്ത്രീ കുറച്ചു കാലം മുമ്പ് തന്നെ ആ റൂം ഒഴിവാക്കി പോയിട്ടുണ്ട്. പക്ഷെ പെഗ്ഗിക്ക് ഒരു ക്ലൂ കിട്ടുകയാണ്. ആ റൂമിലെ കട്ടിൽ പരിശോധിച്ചപ്പോ അതിൽ വിലങ്ങുകൾ ഇട്ട പാടുകൾ കാണാം. അപ്പൊ പെഗ്ഗിക്ക് ഉറപ്പായി അവർ തേടി വന്നത് ഈ സ്ത്രീ തന്നെയാണ്. ഇനി ഈ സ്ത്രീ ആരായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കുറച്ചു കഴിഞ്ഞ് ജാർവിസും പെഗ്ഗിയും വീണ്ടും റെസ്റ്റോറന്റിൽ കണ്ടുമുട്ടുകയാണ്. അവർ രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നുകയാണ്. എന്താണ് കാരണമെന്ന് വെച്ചാൽ അവിടെ കഴിക്കാനിരുന്ന ആളുകളൊക്കെ പതുക്കെണീറ്റ് പുറത്തേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആരോ അവരെ പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ പ്രത്യേക സ്യൂട്ട് ധരിച്ച ആളുകൾ വന്നിരിക്കുന്നു. പെഗ്ഗി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ റെസ്റ്റോറന്റിൽ ഇപ്പോൾ ഉള്ളത് മുഴുവൻ പെഗ്ഗിയുടെ ഓഫീസിലെ ഏജന്റ്സ് ആണ്. അപ്പൊ തന്നെ പെഗ്ഗിക്ക് കാര്യം മനസ്സിലായി. പെഗ്ഗിയുടെ എല്ലാ കള്ളവും, അല്ലെങ്കിൽ പെഗ്ഗി ഇപ്പൊ എന്താണോ തന്റെ ഏജൻസി അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യമൊക്കെ ഏജന്റ്സ് അറിഞ്ഞു കഴിഞ്ഞു. ഒരു ഏജന്റ് പെഗ്ഗിയുടെ അടുത്തേക്ക് വരികയാണ്. വെറുതെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പെഗ്ഗിക്ക് മനസ്സിലായി. കാരണം തന്നെയും ജാർവിസിനെയും പിടിക്കാൻ പ്ലാൻ ഇട്ട് തന്നെയാണ് എല്ലാ ഏജൻസും ഇപ്പൊ വന്നിരിക്കുന്നത്. പിന്നെ പെഗ്ഗി ഒന്നും നോക്കിയില്ല. തന്നെ പിടിക്കാൻ വരുന്ന ഓരോ ഏജൻസിനെയും പെഗ്ഗി അടിച്ച് നിലത്തിടുകയാണ്. കാരണം പണ്ട് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പെഗ്ഗി. അതിന്റേതായ എല്ലാ കഴിവും പെഗ്ഗിക്കുണ്ട്. ജാർവിസും പെഗ്ഗിയെ കുറച്ചൊക്കെ സഹായിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഏജന്റ് തോംസൺ അവരെ കാത്തു നിൽക്കുന്നത്. പെഗ്ഗിയെ പിടിക്കാൻ തന്നെയാണ് ഏജന്റ് തോംസൺ വന്നിരിക്കുന്നത്. അദ്ദേഹം പെഗ്ഗിയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. ഏജന്റ് തോംസൺ പെഗ്ഗിയോട് ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലെന്ന് പറയുകയാണ്. കാരണം വളരെ കൃത്യമായ തെളിവുകൾ അവർക്ക് പെഗ്ഗിക്കെതിരെ കിട്ടിക്കഴിഞ്ഞു. റേമണ്ടിന്റെ പാർട്ടിക്കിടയിൽ അവർക്ക് പെഗ്ഗിയുടെ ഒരു ഫോട്ടോ ലഭിച്ചു. അതിൽ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിലും പെഗ്ഗിയുടെ ശരീരത്തിലുള്ള അതേ അടയാളങ്ങൾ ആ ഫോട്ടോയിലെ സ്ത്രീയുടെ തോളിൽ ഏജന്റ് സൂസ കണ്ടെത്തി. ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി ഇവർ കണ്ടെത്തിയ സ്ഥലത്ത് ഒരു തടിയനെ അടിച്ച് കസേരയിൽ കെട്ടിയിട്ടിരുന്നു. ആ തടിയൻ അവനെ അടിച്ചിട്ടത് പെഗ്ഗി തന്നെയാണെന്ന് മൊഴി നൽകി കഴിഞ്ഞു. ഏജന്റ് ക്രിസ്മൻസ്കി മരിച്ച ദിവസം അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന രണ്ട് തന്തമാർ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അവിടെ നിന്ന് കോൾ ചെയ്യുന്നതായിട്ട് കണ്ടെന്ന് അവർ പറയുന്നു. അവസാനത്തെ തെളിവായിട്ട് പെഗ്ഗി ഇപ്പോ എല്ലാ ഏജന്റുമാരെയും അടിച്ചിട്ട് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല പെഗ്ഗിയുടെ കൂടെ ഹോട്ട്സ്റ്റാർക്കിന്റെ ആളായിട്ടുള്ള ജാർവിസ് നിൽക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടതെന്ന് ഏജന്റ് തോംസൺ ചോദിക്കുകയാണ്. പെഗ്ഗി തനിക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ താൻ എല്ലാം വിശദമായി പറയാമെന്നും തന്നെ ഇപ്പൊ വെറുതെ വിടണമെന്നും ഏജന്റ് തോംസണോട് പറയുകയാണ്. പക്ഷേ ഏജന്റ് തോംസൺ പെഗ്ഗിയെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ തോക്ക് പെഗ്ഗിയുടെ നേരെ ചൂണ്ടി തന്നെ നിൽക്കുകയാണ്.
എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്റെ കൂടെ ഓഫീസിലേക്ക് വന്നേ പറ്റൂ എന്നാണ് പറയുന്നത്. പെഗ്ഗിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പെഗ്ഗി ഏജന്റ് തോംസണോട് സോറി പറയുന്നു. പെഗ്ഗി എന്തിനാണ് സോറി പറയുന്നതെന്ന് ഏജന്റ് തോംസണ് മനസ്സിലായില്ല. പെഗ്ഗി പെട്ടെന്ന് ഏജന്റ് തോംസന്റെ തോക്ക് പിടിച്ച കൈ തട്ടിമാറ്റി അയാളെ അടിച്ച് ബോധം കെടുത്തുകയാണ്. അതിനായിരുന്നു പെഗ്ഗി നേരത്തെ സോറി പറഞ്ഞത്. എന്നിട്ട് ജാർവിസിനോട് നമ്മൾ ഇനി ഒരു വഴിക്ക് പോകണ്ടെന്നും 2 വഴിക്ക് പോകാനും പറയുകയാണ്. ഇനി തന്നെ എവിടെയായിരിക്കും മീറ്റ് ചെയ്യേണ്ടതെന്നും പെഗ്ഗി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പെഗ്ഗി ഓടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഏജന്റ് സൂസ തോക്ക് ചൂണ്ടി പെഗ്ഗിയുടെ മുന്നിലേക്ക് വരുന്നത്. ഏജന്റ് തോംസൺ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏജന്റ് സൂസയും പെഗ്ഗിയോട് പറയുകയാണ്. അപ്പോഴാണ് ഏജന്റ് സൂസ ഏജന്റ് തോംസൺ അവിടെ വീണ് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ പെഗ്ഗിക്കെതിരെ ഒരു തെളിവ് കൂടിയായി. പെഗ്ഗിയുടെ പേരിൽ ഒരു കുറ്റം കൂടിയായി. ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്നും തനിക്ക് പെട്ടെന്ന് പോയി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പെഗ്ഗി പറയുകയാണ്. എന്നിട്ട് പെഗ്ഗി നടക്കാൻ ശ്രമിക്കുമ്പോൾ ഏജന്റ് സൂസ വെടിവെക്കുമെന്ന് പറയുന്നു. പക്ഷെ ഏജന്റ് സൂസയെ പെഗ്ഗിക്ക് വിശ്വാസമായിരുന്നു. സത്യത്തിൽ പെഗ്ഗി കുറ്റക്കാരി അല്ലെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഏജന്റ് സൂസയ്ക്ക് ഇഷ്ടം. ഞാൻ നടന്നു പോയാലും ഏജന്റ് സൂസ തന്നെ വെടിവെക്കാൻ പോകുന്നില്ലെന്ന വിശ്വാസത്തോടെ പെഗ്ഗി കാർട്ടർ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഏജന്റ് സൂസ പറയുന്നു, പെഗ്ഗി ഇപ്പോൾ ഇവിടെ നിന്ന് പിടിതരാതെ നടന്നു പോവുകയാണെങ്കിൽ ഞാൻ വെടിവെക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പെഗ്ഗി കുറ്റക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഏജന്റ് സൂസ പറഞ്ഞെങ്കിലും പെഗ്ഗിക്ക് വേറെ ഒന്നും പറയാൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല. പെഗ്ഗി നടന്നു പോവുകയാണ്. ഏജന്റ് സൂസ അവളെ വെടിവെച്ചില്ല. പക്ഷേ ഏജന്റ് സൂസയ്ക്ക് മനസ്സിലായി എല്ലാവരും പറയുന്ന പോലെ പെഗ്ഗി തന്നെയായിരിക്കും കുറ്റക്കാരി എന്ന്. പെഗ്ഗി കാർട്ടർ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അവളുടെ ഹോസ്റ്റലിലേക്കാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൾക്ക് കൂടെ എടുത്തിട്ട് പോരേണ്ട കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ രക്തമാണ്. ഒരു പക്ഷേ അത് തെറ്റായ കൈകളിൽ എത്തിയാൽ അതുപയോഗിച്ച് വലിയ വലിയ ദുരന്തങ്ങൾ വരെ സംഭവിക്കാം. അതെടുക്കാനാണ് പെഗ്ഗി പോകുന്നത്. ഏജന്റ്സ് അവിടെ എത്തുന്നതിന് മുൻപ് പെഗ്ഗി എത്തുന്നു. പെഗ്ഗി തന്റെ റൂമിൽ കയറി അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ രക്തം എടുക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവളുടെ റൂമിന്റെ പുറത്തേക്ക് ബോധം കിട്ടിയ ഏജന്റ് തോംസണും ഏജന്റ് സൂസയും മറ്റേജന്റ്സും ഒക്കെ കൂടി വരികയാണ്. ആ കാര്യം പെഗ്ഗിക്ക് മനസ്സിലായി. പെഗ്ഗി പെട്ടെന്ന് അവിടെയുള്ള ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ പെഗ്ഗിയുടെ റൂം അല്പം ഉയരത്തിലാണ്. അവിടെ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കും. അങ്ങനെ പെഗ്ഗി പതുക്കെ ആ ജനൽ ഭാഗത്തിന്റെ അരികത്തുള്ള ചെറിയ വഴിയിലൂടെ നടക്കുകയാണ്. അപ്പോഴേക്കും ഏജന്റ് സൂസയും ഏജന്റ് തോംസണും ഒക്കെ പെഗ്ഗിയുടെ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് അവിടെ പെഗ്ഗിയെ കാണാതെയായപ്പോ അവർ പെഗ്ഗി അങ്ങോട്ട് വന്ന് കാണില്ല എന്ന് വിചാരിച്ചു. പെഗ്ഗി ഇപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെഗ്ഗിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ നടന്നു പോയാൽ തൊട്ടപ്പുറത്തെ റൂമാണ് അവളുടെ കൂട്ടുകാരി ആൻജിയുടെ റൂം. അവൾ പതുക്കെ ആൻജിയുടെ ജനലിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആൻജിയെ വിളിക്കുന്നു. ഭാഗ്യത്തിന് ആൻജി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പെഗ്ഗി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആൻജിക്ക് സംശയം തോന്നി. പക്ഷെ പെഗ്ഗി ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തന്നെ അന്വേഷിച്ച് ഇപ്പൊ പോലീസുകാർ വരുമെന്നും താൻ ഇവിടെ ഉള്ള കാര്യം പറയരുതെന്നുമാണ്. അപ്പോഴേക്കും ഏജന്റ്സ് ആൻജിയുടെ റൂമിലും എത്തി. എന്നിട്ട് പെഗ്ഗിയെ പറ്റി ചോദിക്കുകയാണ്. തന്റെ കൂട്ടുകാരി പെഗ്ഗിയെ രക്ഷിക്കാൻ വേണ്ടി ആൻജി ഒരു ഐഡിയ പുറത്തിറക്കുകയാണ്. അവൾ പരസ്പര ബന്ധമില്ലാതെ അവളുടെ മരിച്ചുപോയ അമ്മൂമ്മയെ പറ്റിയൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. അഭിനയിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളാണ് ആൻജി. അവൾക്ക് സിനിമയിലൊന്നും ചാൻസ് കിട്ടാത്തതുകൊണ്ട് അവൾ ജീവിതത്തിൽ അഭിനയിച്ചു നോക്കുകയാണ്. ആ അഭിനയത്തിൽ ഏജന്റ് തോംസണും ഏജന്റ് സൂസയും ഒക്കെ വീണുപോയി. അങ്ങനെ അവസാനം ആൻജിയെ ആശ്വസിപ്പിച്ചിട്ടാണ് ഏജന്റ്സ് ഒക്കെ ആ റൂമിൽ നിന്ന് പോകുന്നത്. അവരൊക്കെ പോയി കഴിഞ്ഞ് ആൻജി വാതിലടയ്ക്കുന്നു. എന്നിട്ട് പെഗ്ഗിയെ ജനലിലൂടെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. പെഗ്ഗി വർക്ക് ചെയ്യുന്നത് ടെലിഫോൺ കമ്പനിയിലായിരുന്നില്ലെന്ന് തനിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നെന്ന് ആൻജി പെഗ്ഗിയോട് പറയുന്നു. അപ്പൊ പെഗ്ഗി ആൻജിയോട് ഇപ്പൊ നീ സമാധാനപ്പെടാനും ഞാൻ ചെയ്യുന്നതൊന്നും ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ലെന്നും എല്ലാം സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്നും പറയുകയാണ്. ആൻജിക്ക് സത്യം പറഞ്ഞാൽ പെഗ്ഗി അപ്പോഴും വിശ്വാസമായിരുന്നു. എന്തായാലും തന്നെ വിശ്വസിക്കുന്നതിനും തന്നെ സഹായിച്ചതിനും താങ്ക്സ് പറഞ്ഞ് പെഗ്ഗി ഹോസ്റ്റലിന്റെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ഡൊറോത്തി വരുന്നത്. ഡൊറോത്തിയും പെഗ്ഗിയും കൂട്ടുകാരാണ്. അങ്ങനെയാണ് ഡൊറോത്തി ആക്കി വെച്ചിരിക്കുന്നത്. ഡൊറോത്തി വന്ന ഉടനെ എന്തിനാ ഇവിടെ പോലീസുകാർ വന്നതെന്നും പെഗ്ഗി അന്വേഷിച്ചത് എന്തിനാണെന്നും ഒക്കെ ചോദിക്കുകയാണ്. അപ്പൊ പെഗ്ഗി ഡൊറോത്തിയോട് പോലീസിന് ആള് മാറിപ്പോയതാണെന്ന് പറയുന്നു. ഡൊറോത്തി അവൾക്ക് സന്തോഷമായെന്ന് പറഞ്ഞ് പെഗ്ഗിയെ കെട്ടിപ്പിടിക്കുകയാണ്. പെഗ്ഗിയും ഡൊറോത്തി തന്റെ കൂട്ടുകാരിയാണല്ലോ എന്ന് വിചാരിച്ച് കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ അപ്പോഴാണ് പെഗ്ഗി ഒട്ടും പ്രതീക്ഷിക്കാതെ ഡൊറോത്തി അത് ചെയ്യുന്നത്. ഡൊറോത്തി പെഗ്ഗിയുടെ ചുണ്ടിൽ കിസ് ചെയ്യുകയാണ്. പെഗ്ഗിക്ക് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് പെഗ്ഗിക്ക് തല കറങ്ങാൻ തുടങ്ങി. എന്താണ് കാര്യമെന്ന് വെച്ചാൽ പെഗ്ഗിയുടെ റൂമിൽ കയറിയപ്പോ ഡൊറോത്തി പെഗ്ഗിയുടെ ലിപ്സ്റ്റിക് അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഈ ലിപ്സ്റ്റിക് വെച്ചാണ് പെഗ്ഗി എപ്പിസോഡ് 1 റെയ്മണ്ടിനെ കിസ് ചെയ്ത് ബോധം കെടുത്തിയത്. അതുപോലെ തന്നെ ഡൊറോത്തി ഇപ്പോ അത് അവളുടെ ചുണ്ടിൽ തേച്ച് പെഗ്ഗിയെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ പെഗ്ഗിയും ബോധം കെട്ട് താഴെ വീഴാൻ പോവുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് പെഗ്ഗി ശ്രദ്ധിക്കുന്നത് ഹോവാർഡ് സ്റ്റാർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ആ ഡയമണ്ട് റിംഗ് ഡൊറോത്തിയുടെ കയ്യിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ അവസാനമായിട്ട് അന്വേഷിച്ച ആ സ്ത്രീ അത് ഡൊറോത്തിയാണ്. മാത്രമല്ല ഡൊറോത്തിയുടെ ഒരു കയ്യിൽ
വിലങ്ങുകൾ വെച്ചതിന്റെ പാടുണ്ട്. അപ്പൊ പെഗിക്ക് ഉറപ്പായി അവർ തേടി നടക്കുന്ന ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി മോഷ്ടിച്ച ലെവയത്തോണിന്റെ ട്രെയിനിങ് ലഭിച്ച ആ പെൺകുട്ടി ഡൊറോത്തി തന്നെയാണ്. പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പെഗി ബോധം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ബോധം കെട്ട് താഴെ വീണു. ഡൊറോത്തിക്ക് ലഭിച്ചിരിക്കുന്ന മിഷൻ പെഗി കാർട്ടറിനെ കൊല്ലാനാണ്. അവൾ അതുപോലെ ഒരു കത്തിയെടുത്ത് പെഗി കാർട്ടറിനെ കൊല്ലാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഏജന്റ്സ് അങ്ങോട്ട് വരികയാണ്. ഭാഗ്യത്തിന് അവർ ആ ഹോസ്റ്റൽ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഏജന്റ് സൂസയും ഏജന്റ് തോംസണും വന്ന് അതാരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഡൊറോത്തി തന്റെ കത്തി ഉള്ളിൽ വെച്ച് ഇത് പെഗിയാണ്, ഞാൻ വന്നപ്പോ പെഗി ഇവിടെ വീണ് കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഏജന്റ് സൂസയും ഏജന്റ് തോംസണും പെഗിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ഹോസ്റ്റലിലെ വാർഡനും മറ്റുള്ളവരുമൊക്കെ പെഗിയെ വളരെ വെറുപ്പോടെയാണ് നോക്കുന്നത്. അങ്ങനെ പെഗിയെ കൊണ്ട് ഏജന്റ്സ് കാറിൽ കയറുന്നു. കുറച്ച് ബോധം വന്നപ്പോ പെഗി ഹോസ്റ്റലിലേക്ക് നോക്കുകയാണ്. അവിടെ പെഗിയെ നോക്കി ചിരിച്ച് ഡൊറോത്തി നിൽക്കുന്നുണ്ട്. പെഗിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. പെഗിയെ കൊണ്ടുപോയി കഴിഞ്ഞ് ഡൊറോത്തി ഉടൻ തന്നെ ആ ഹോസ്റ്റലിൽ നിന്ന് പോവുകയാണ്. പെഗിയെ ഏജൻസിയിലേക്ക് കൊണ്ടുവന്നപ്പോ മേലധികാരി അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്ന സൈക്കാട്രിസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വെറുതെ നിന്നിരുന്ന ഒരു ഏജന്റിനെ അയാളുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അയാളുടെ വിശേഷമൊക്കെ ചോദിച്ച് പതുക്കെ പതുക്കെ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് അയാളിൽ നിന്ന് ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നും അവിടേക്ക് കയറാനും ഇറങ്ങാനുമുള്ള എളുപ്പവഴി ഏതാണെന്നുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഹിപ്നോട്ടൈസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഏജന്റ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്. ആദ്യം ആ ഏജന്റിനോട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ബാറിൽ പോയി ഇഷ്ടപ്പെട്ട ബിയർ എടുത്ത് ആസ്വദിച്ച് കുടിക്കണം എന്നാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് സന്തോഷമായിട്ട് ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ഹിപ്നോട്ടൈസ് ആയതുകൊണ്ട് തന്നെ പാവം ഏജന്റ് ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞ പോലെ ചെയ്യുകയാണ്. അയാൾ ബിയർ കുടിച്ച് ഒരു ട്രക്കിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അയാൾ ജീവിച്ചാൽ അത് സൈക്കാട്രിസ്റ്റിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് സൈക്കാട്രിസ്റ്റ് അയാളോട് പോയി ചാവാൻ പറയുന്നത്. അപ്പോൾ ആളുകളുടെ മൈൻഡിനെ ഇത്രയധികം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഈ സൈക്കാട്രിസ്റ്റ്. പെഗിയെ സാധാരണ എല്ലാവരും ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് തോംസൺ പെഗിയെ വിലങ്ങ് വയ്ക്കുന്നു. ഈ വിലങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് പെഗി ചോദിക്കുമ്പോൾ നീ ആ ഹോട്ടലിൽ വെച്ച് അടിച്ചിട്ട ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ ഈ വിലങ്ങൊന്നും പോരാ എന്നാണ് ഏജന്റ് തോംസൺ പറയുന്നത്. പെഗിക്കെതിരെയുള്ള തെളിവുകളൊക്കെ മുന്നിൽ വെച്ച് ഏജന്റ് സൂസ പറയുന്നു എന്നാ നമുക്ക് ചോദ്യം ചെയ്യൽ ആരംഭിക്കാം. ഇനി എന്താണ് സംഭവിക്കുക? പെഗിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവരെന്തൊക്കെ ചെയ്യും? പെഗി എല്ലാം പറയുമോ? എന്താണ് ഡൊറോത്തിയുടെയും ആ സൈക്കാട്രിസ്റ്റിന്റെയും മാരകമായിട്ടുള്ള പ്ലാൻ? കഥയിൽ ഇനി എന്ത് സംഭവിക്കും? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഇനി വെറും 2 എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ ഏജന്റ് കാർട്ടറിന്റെ ഫസ്റ്റ് സീസൺ തീരും. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.